ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം നൽകിയെങ്കിലും ഇന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല ജയിലിൽ നിന്ന്. ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കുന്നതിനു വേണ്ടി കാക്കനാട് ജയിലിന് മുന്നിൽ ബോബി ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകരും മെൻസ് അസോസിയേഷൻ പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവർക്ക് നിരാശരാകേണ്ടി വന്നു. ഇന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ് കാക്കനാട് ജയിലിന് മുന്നിൽ നിന്ന്. നവമി, എന്താണ് ഇതിന് കാരണം? മജിഷ 3:30 ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തുവന്നത്. അതിനുശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ അഭിഭാഷകർ ഇത് ഹാജരാക്കി. പക്ഷേ എന്ത് സാങ്കേതിക പ്രശ്നമാണെന്ന് ഇപ്പോഴും അഭിഭാഷകർ വ്യക്തമായി പറയുന്നില്ല. അതിനിടയിൽ അഭിഭാഷകർ തന്നെ മാധ്യമങ്ങളോടായി പറഞ്ഞത് ബോബി ചെമ്മണ്ണൂർ അറിയിച്ചത് പ്രകാരം ഇന്ന് ബോണ്ട് അത്യാവശ്യപ്പെട്ട് ഒപ്പിടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ തന്നെ ഇന്ന് പുറത്തിറക്കേണ്ട ആവശ്യമില്ല. തന്നോടൊപ്പം റിമാൻഡിൽ തടവിൽ കഴിയുന്ന മറ്റ് ആളുകൾക്ക് കൂടി, മറ്റ് തടവുകാർക്ക് കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് താൻ ഇവിടെ നിൽക്കുകയാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങളായി പലപ്പോഴും ഈ ബോണ്ടുകളൊന്നും കിട്ടാതെ, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം കിട്ടാതെ ജയിലിൽ തടവിൽ കഴിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യമായി താൻ ഇവിടെ തന്നെ തുടരുന്നു എന്നുകൂടി ബോബി ചെമ്മണ്ണൂർ തന്റെ അഭിഭാഷകരോട് പറയുന്ന സാഹചര്യമുണ്ടായി. ജയിൽ സൂപ്രണ്ടുമായി ബന്ധപ്പെടുമ്പോൾ അറിയുന്നത് 6 മണിവരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. സാധാരണ ഇത്തരത്തിൽ തടവിൽ കഴിയുന്ന, അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ചാൽ പ്രതിക്ക് പുറത്തിറങ്ങാൻ 6 മണിവരെയാണ് ജയിലിൽ നിന്നുള്ള സമയം. പക്ഷേ ഈ കൊച്ചിയിലെ ഗതാഗത കുരുക്കൊക്കെ കാരണം 7:30 വരെ, 7 മണി 7:30 വരെ സമയം അനുവദിക്കും. പക്ഷേ 6 മണിവരെ അല്ലെങ്കിൽ 7 മണിവരെ ആയിട്ട് പോലും ഈ സൂപ്രണ്ടിനെ ഈ അഭിഭാഷകരാരും തന്നെ, ഈ ബോബി ചെമ്മണ്ണൂറുമായി ബന്ധപ്പെടുന്ന അഭിഭാഷകരാരും തന്നെ വിളിച്ചറിയിക്കുകയോ എത്തുമെന്നോ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. എന്തായാലും സൂപ്രണ്ട് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇനി എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് പുറത്തിറങ്ങുന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കുന്ന കാര്യമായിരിക്കും. ബോബി ചെമ്മണ്ണൂർ ജയിലിനകത്തും ഒരു നാടകം കളിക്കുകയാണോ? അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ടോ നവമി? തീർച്ചയായും മഞ്ജുഷ, അങ്ങനെ തന്നെ കണക്കാക്കാം. ജയിലിനുള്ളിൽ പോലും വലിയൊരു നാടകീയതയാണ് അയാൾ സൃഷ്ടിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അല്ലാതെ കോടതി പോലും ജാമ്യം അനുവദിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ കോടതിയുടെ ഒരു ലംഘനമായി അതിനെ നമുക്ക് കണക്കാക്കിക്കൂടെ? കോടതിയുടെ പോലും ജാമ്യം അനുവദിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ ജാമ്യം തേടി കോടതിയിൽ പോയ വ്യക്തി തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് വളരെ ഒരു നാടകീയത തന്നെയാണ്. ചിലപ്പോൾ ഈ ഒരു മാധ്യമ ശ്രദ്ധ, അല്ലെങ്കിൽ ആളുകളുടെ ഒക്കെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ നമ്മൾ അവിടെ ചെന്ന് ഈ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്നവരുടെയൊക്കെ പ്രതികരണം തേടുമ്പോൾ അവരൊക്കെ പറയുന്നത് ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്ന വ്യക്തിയാണ്, ഞങ്ങൾക്കൊക്കെ ദൈവത്തെ പോലെയാണെന്നുള്ള പരാമർശങ്ങളാണ്. അപ്പോൾ ജയിലിൽ തടവിൽ കഴിയുന്നവർക്ക് ഒരു രക്ഷകനായി ബോബി ചെമ്മണ്ണൂർ എത്തുന്നോ? ആ രീതിയിലൊക്കെ പുറത്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ആരാധകർക്കിടയിലൊക്കെ അങ്ങനെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ, ഒരു മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടാണോ ബോബി ചെമ്മണ്ണൂർ പെട്ടെന്ന് ഇത്തരത്തിലൊരു നാടകം കളിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം തേടി ഹൈക്കോടതിയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ തന്നെ ജയിലിൽ തന്നെ ഈ കൂടുതൽ നാളെ, അല്ലെങ്കിൽ റിമാൻഡ് കാലാവധി പൂർത്തിയാകുന്നവരെ കഴിയാമെന്ന് പറഞ്ഞാൽ പോരെ? എന്തായാലും തികച്ചും നാടകീയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിലിനുള്ളിൽ കാണിക്കുന്നത്. പക്ഷേ സൂപ്രണ്ട് അടക്കം പറയുന്നത് അത്തരത്തിൽ ഈ ഉത്തരവുമായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ ഏതെങ്കിലും നാടകം കഴിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്തായാലും ഉത്തരവ് കൊണ്ടുവരാത്തത് കൊണ്ട് മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ പുറത്തിറക്കാത്തതെന്ന്. പക്ഷേ അഭിഭാഷകർ പറയുന്നത് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് പ്രകാരമാണ് ഇപ്പോൾ കോടതി ജയിലിലേക്ക് തങ്ങൾ എത്താത്തതെന്നാണ് അഭിഭാഷകരും വ്യക്തമാക്കുന്നത്.